നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ധാരാളം വാർത്തകൾ വരുന്ന ഒരു ദിവസമാണിന്ന്. പ്രത്യേകിച്ചും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് അറിയാനുണ്ട്. സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ കെ സുധാകരന്റെ നിലപാടെന്ത്? കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് കെ സുധാകരൻ എടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. കണ്ണൂർ സീറ്റ് വേണമെന്ന കടുത്ത നിലപാട് സുധാകരൻ തുടരുന്നത് സ്വാഭാവികമായും കോൺഗ്രസിന് തലവേദനയാവും. കഴിഞ്ഞ ദിവസം വന്ന പട്ടികയിൽ എംപിമാർ ആവശ്യപ്പെട്ട, അതായത് അടൂരും ഒപ്പം തന്നെ കണ്ണൂരും അടക്കമുള്ള മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയത്. ഇനി കോൺഗ്രസിന്റെ നിലപാട്, അതായത് എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള ആ നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കെ സുധാകരൻ എന്ത് നിലപാടെടുക്കും എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അപ്പം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഇനി തീരുമാനമുണ്ടാവുമോ? പെരുമ്പാവൂരിലെ ഒരു സീറ്റിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആദ്യഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇനി എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. അതേസമയം ടി കെ ഗോവിന്ദന്റെ നിലപാട് CPM-നുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. കൂടുതൽ പ്രചാരണം കടുപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാടാണ് CPM നിലവിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിരവധി വാർത്തകൾ. ഒപ്പം പശ്ചിമേഷ്യയിലേക്ക് പോയാൽ ഇറാനിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെടുന്നത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കും ഇറാന്റെ പ്രതികരണത്തിലേക്കും ഒക്കെ നീങ്ങാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കമൊക്കെ സാധാരണഗതിയിലാകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി വാർത്തകളുള്ള ദിവസമാണ്.